അധ്യായം 36. ഏദോം എന്ന യേശാവിന്റെ വംശപാരമ്പര്യമാവിത്. യേശാവ് ഹിത്യനായ ഏലോന്റെ മകൾ ആദ, ഹിവ്യനായ സെബിയോന്റെ മകളായ അനായുടെ മകൾ ഒഹൊലീബാമ എന്നീ കനാന്യ കന്യകമാരെയും ഇശ്മായേലിന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയുമായ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു. ആദ യേശാവിന് എലീഫാസിനെ പ്രസവിച്ചു. ബാസമത്ത് രയൂവേലിനെ പ്രസവിച്ചു. ഒഹൊലീബാമ യെയൂശീലിനെയും യലാമിനെയും കോരഹിനെയും പ്രസവിച്ചു. ഇവർ യേശാവിന് കനാൻ ദേശത്ത് വെച്ച് ജനിച്ച പുത്രന്മാർ. എന്നാൽ യേശാവ് തന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവയൊക്കെയും തന്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും കനാൻ ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തന്റെ സഹോദരനായ യാക്കോബിന്റെ സമീപത്തുനിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി. അവർക്കൊന്നിച്ചു പാർപ്പാൻ വകയാതെ വണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു. അവരുടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിന് അവരെ വഹിച്ചുകൂടാതെയിരുന്നു. അങ്ങനെ ഏദോം എന്നും പേരുള്ള യേശാവ് സേയീർ പർവ്വതത്തിൽ കുടിയിരുന്നു. സേയീർ പർവ്വതത്തിലുള്ള ഏദോമിയരുടെ പിതാവായ യേശാവിന്റെ വംശപാരമ്പര്യമാവിത്. യേശാവിന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ: യേശാവിന്റെ ഭാര്യയായ ആദായുടെ മകൻ എലീഫാസ്, യേശാവിന്റെ ഭാര്യയായ ബാസമത്തിന്റെ മകൻ രയൂവേൽ. എലീഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫോ, ഗദ്ധാം, കെനസ്. തിമ്ന എന്നവൾ യേശാവിന്റെ മകനായ എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു. അവർ യേശാവിന്റെ ഭാര്യയായ ആദായുടെ പുത്രന്മാർ. രയൂവേലിന്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ശമ്മ, മിസ. ഇവർ യേശാവിന്റെ ഭാര്യയായ ബാസമത്തിന്റെ പുത്രന്മാർ. സിബിയോന്റെ മകളായ അനായുടെ മകൾ ഒഹൊലീബാമ എന്ന യേശാവിന്റെ ഭാര്യയുടെ പുത്രന്മാർ ആരെന്നാൽ, അവൾ യേശാവിന് യെയൂശ്, യലാം, കോരഹ് എന്നിവരെ പ്രസവിച്ചു. യേശാവിന്റെ പുത്രന്മാരിലെ പ്രഭുക്കന്മാർ ആരെന്നാൽ, യേശാവിന്റെ ആദ്യജാതൻ എലീഫാസിന്റെ പുത്രന്മാർ തേമാൻ പ്രഭു, ഓമാർ പ്രഭു, സെഫോ പ്രഭു, കെനസ് പ്രഭു, കോരഹ് പ്രഭു, ഗദ്ധാം പ്രഭു, അമാലേക്ക് പ്രഭു. ഇവർ ഏദോം ദേശത്ത് എലീഫാസിൽ നിന്ന് ഉദ്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ആദായുടെ പുത്രന്മാർ. യേശാവിന്റെ മകനായ രയൂവേലിന്റെ പുത്രന്മാരാരെന്നാൽ, നഹത്ത് പ്രഭു, സേരഹ് പ്രഭു, ശമ്മ പ്രഭു, മിസ പ്രഭു. ഇവർ ഏദോം ദേശത്ത് രയൂവേലിൽ നിന്ന് ഉദ്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ യേശാവിന്റെ ഭാര്യ ബാസമത്തിന്റെ പുത്രന്മാർ. യേശാവിന്റെ ഭാര്യയായ ഒഹൊലീബാമയുടെ പുത്രന്മാരാരെന്നാൽ, യെയൂശ് പ്രഭു, യലാം പ്രഭു, കോരഹ് പ്രഭു. ഇവർ അനായുടെ മകളായി യേശാവിന്റെ ഭാര്യയായ ഒഹൊലീബാമയിൽ നിന്ന് ഉദ്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏദോം എന്നു പേരുള്ള യേശാവിന്റെ പുത്രന്മാരും അവരിൽ നിന്ന് ഉദ്ഭവിച്ച പ്രഭുക്കന്മാരുമാകുന്നു. ഹോര്യനായ സേയീരിന്റെ പുത്രന്മാരായി ദേശത്തിലെ പൂർവ്വനിവാസികളായവർ ആരെന്നാൽ, ലോഥാൻ, ശോബാൽ, സിബയോൻ, ഹന, ദീശോൻ, ഏസെർ, ദീശാൻ. ഇവർ ഏദോം ദേശത്ത് സേയീരിന്റെ പുത്രന്മാരായ ഹോര്യ പ്രഭുക്കന്മാർ. ലോഥാന്റെ പുത്രന്മാർ ഹോരിയും ഹേമാമുമായിരുന്നു. ലോഥാന്റെ സഹോദരി തിമ്ന. ശോബാലിന്റെ പുത്രന്മാർ ആരെന്നാൽ, അൽവാൻ, മാനഹത്ത്, ഏബാൽ, ശെഭോ, ഓന. സിബയോന്റെ പുത്രന്മാർ അയ്യാവും അനാവുമായിരുന്നു. മരുഭൂമിയിൽ തന്റെ അപ്പനായ സിബയോന്റെ കഴുതകളെ മേയിക്കുമ്പോൾ ചൂടുറവകൾ കണ്ടെത്തിയ അന ഇവൻ തന്നെ. അനാവിന്റെ മക്കൾ ഇവർ. ദീശോനും അനാവിന്റെ മകൾ ഒഹൊലീബാമയുമായിരുന്നു. ദീശോന്റെ പുത്രന്മാർ ആരെന്നാൽ, ഹെംദാൻ, എസ്ബാൻ, ഇത്രാൻ, കെരാൻ. എസരിന്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, അക്കാൻ. ദീശാന്റെ പുത്രന്മാർ ഊസും അരാനുമായിരുന്നു. ഹോര്യ പ്രഭുക്കന്മാർ ആരെന്നാൽ,
ലോത്താൻ പ്രഭു, ശോബാൽ പ്രഭു, സിബയോൻ പ്രഭു, അനാ പ്രഭു, ദീശോൻ പ്രഭു, യേസേർ പ്രഭു, ദീശാൻ പ്രഭു. ഇവർ സോയീർ ദേശത്തുവാണ ഹോരിയ പ്രഭുക്കന്മാരാകുന്നു. ഇസ്രായേൽ മക്കൾക്ക് രാജാവുണ്ടാകും മുമ്പേ ഏദോം ദേശത്തുവാണ് രാജാക്കന്മാർ ആരെന്നാൽ ബെയോരിന്റെ പുത്രനായ ബേല ഏദോമിൽ രാജാവായിരുന്നു. അവന്റെ പട്ടണത്തിന് ദിൻഹാബ എന്നു പേർ. ബേല മരിച്ച ശേഷം ബൊസ്രക്കാരനായ സേരഗിന്റെ മകൻ യോബാബ് അവന് പകരം രാജാവായി. യോബാബ് മരിച്ച ശേഷം തേമാന്യദേശക്കാരനായ ഹൂശാം അവന് പകരം രാജാവായി. ഹൂശാം മരിച്ച ശേഷം മോവാബ് സമഭൂമിയിൽ വെച്ച് മിദ്യാനെ തോൽപ്പിച്ച ബെദദിന്റെ മകൻ ഹദദ് അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിന് അവീത്ത് എന്നു പേർ. ഹദദ് മരിച്ച ശേഷം മസ്രേക്കക്കാരൻ സമ്ല അവന് പകരം രാജാവായി. സമ്ല മരിച്ച ശേഷം നദീതീരത്തുള്ള രഹോബോത്ത് പട്ടണക്കാരനായ ശൗൽ അവന് പകരം രാജാവായി. ശൗൽ മരിച്ച ശേഷം അക്ബോരിന്റെ മകൻ ബാൽഹാനാൻ അവന് പകരം രാജാവായി. അക്ബോരിന്റെ മകനായ ബാൽഹാനാൻ മരിച്ച ശേഷം ഹദർ അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിന് പാവു എന്നു പേർ. അവന്റെ ഭാര്യയ്ക്ക് മെഹദബേൽ എന്നു പേർ. അവൾ മേസാഹാബിന്റെ മകളായ മത്രേദിന്റെ മകൾ ആയിരുന്നു. വംശം വംശമായും ദേശം ദേശമായും പേരു പേരായും ഏശാവിൽ നിന്ന് ഉദ്ഭവിച്ച പ്രഭുക്കന്മാരുടെ പേരുകൾ ആവിത്: തിമ്ന പ്രഭു, അൽവ പ്രഭു, യഥേത്ത് പ്രഭു, ഒഹലീബാമ പ്രഭു, ഏല പ്രഭു, പീനോൻ പ്രഭു, കെനസ് പ്രഭു, തേമാൻ പ്രഭു, മിബ്സാർ പ്രഭു, മഗ്ദിയേൽ പ്രഭു, ഈരാം പ്രഭു. ഇവർ താന്താങ്ങളുടെ അവകാശദേശത്തും വാസസ്ഥലങ്ങളിലും വാണ ഏദോമ്യ പ്രഭുക്കന്മാരാകുന്നു. ഏദോമ്യരുടെ പിതാവ് ഏശാവ് തന്നെ.